ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇതാ ഇവിടെ വെൽക്കം ടു ഊട്ടി പറഞ്ഞാൽ കിടക്കാണ്. എന്താ ഫസ്കാക്ക എത്രയായി സമയം എന്നാ വിചാരോ? എണീക്ക്. അപ്പൊ ഗൈസ്, ഫസ്കാക്കിന്റെ വീട്ടിലെത്തിയാൽ നിങ്ങൾക്ക് അറിയാലോ, ഫസ്കാക്കിന്റെ ആജ്കാ ദിൻ ദുഃഖദായകത അല്ലേ? ലൈറ്റ് ഓഫ് ആക്ക്. ഈ രാവിലെ ഒന്നും എണീക്കല്ലോ, ലൈറ്റ് ഓഫ് ആക്കിയോ? ഓക്കെ, അപ്പൊ നമ്മള് ഇന്ന് ഫസിക്കാക്ക ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഫസിക്കാക്ക് ഇന്ന് ഇവിടെ നോമ്പ് തുറയാണ് നമ്മൾ കാണാൻ വേണ്ടി പോണത്. ഫസിക്കാക്ക് എന്തൊക്കെ നമ്മൾ ഒരുക്കണത്. ഓക്കെ ഫസിക്കാക്ക റെഡി അല്ലേ? ഫസ്കാക്കല്ലേ ഇവിടെ എത്തുമ്പോ ഇങ്ങനെ മനഃപൂർവ്വം ഇങ്ങനെ ആക്കണാണ് കുറച്ച് ഫസ്കാക്കിന്റെ ഐഡിയ ആണ്. എന്താ വെച്ചാൽ ഫസ്കാക്കിന്റെ വീട്ടിൽ അടിപൊളിയാണെന്ന് എല്ലാരും പറയാൻ വേണ്ടിട്ട് ഫസ്കാക്ക തിരിച്ച് കല്ലായിലേക്ക് പോന്ന് പറയാൻ വേണ്ടിട്ടുള്ള ഫസ്കാക്കിന്റെ ഐഡിയ ആണ്. എന്റെ ഐഡിയ ഒന്നും കോഴിപ്പേരാണ്, വെറുപ്പിക്കലാണ്. അപ്പൊ നമുക്ക് താഴേക്ക് പോയിട്ട് ഞാൻ അതിന് ഫ്രഷ് ആയിട്ട് മാറ്റട്ടെ, എന്നിട്ട് ഞാൻ താഴേക്ക് പോയിട്ട് പരിപാടികളൊക്കെ തുടങ്ങാണ്. പുതിയൊരു അതിഥി ഉണ്ട് കേട്ടോ, കിങ്ങിണി. കിങ്ങിണി കിങ്ങിണി കിങ്ങിണി. അപ്പൊ ഗൈസ്, ഇന്നത്തെ വിഭവങ്ങള് എന്താണെന്ന് വെച്ചാല് കടികളൊക്കെ ഞാനാണ് ഉണ്ടാക്കണത്. അപ്പം ഉണ്ടാക്കണ എന്താ വെച്ചാല്, ഒന്ന് ചിക്കൻ റോള്, പിന്നെ സമൂസ, പിന്നെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ വിചാരിക്കണം. അതിന് സമയമില്ലെങ്കിൽ ചിലപ്പോൾ പരിപ്പ് കേക്ക് ഉണ്ടാക്കും. അപ്പം ചിക്കൻ റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഒരു കല്ലെടുപ്പത്ത് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ നമുക്കിങ്ങനെ ചുട്ടെടുക്കണം. മമ്മീൻ്റെ അടുപ്പത്തു നിന്നുള്ള കുക്കിംഗ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബിരിയാണി മസാല ഒക്കെ വാട്ടി ഉണ്ടാക്കുകയാണ്. മമ്മിക്ക് അടുപ്പത്തു നിന്ന് ഉണ്ടാക്കണം. എന്താ അറിയില്ല, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ അല്ലേ മാ? അങ്ങനെയൊക്കെ പറയാ, ഗ്യാസിൽ ആവിക്കാനാട്ടോ. അതിനാണ് ഈ പുകയൊക്കെ തിന്നണ മൈന്താണ്. എന്തായാലും ഉണ്ടാക്കുന്നുണ്ട്, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്ത് ബിരിയാണിയാ? ചിക്കനോ ബീഫോ? ബീഫോ? ഓക്കെ, അപ്പൊ ഇന്ന് കാണാൻ പോണത് ബീഫ് ബിരിയാണിയാണ്. ഫുള്ള് സെറ്റാണ്. ഇവിടെ എല്ലാ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. പണ്ടത്തെ ഏതോ യുഗത്തിലുള്ള ആൾക്കാർ കുക്ക് ചെയ്യണായി ഇപ്പോഴും കുക്ക് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. അതേസമയം ഞാൻ ഇവിടെ മസാല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചിക്കൻ റോളിലേക്കും അതുപോലെ സമൂസയിലേക്കുള്ള രണ്ടും ഒരു സമയത്താണ് കഴിഞ്ഞാൽ ബാക്കി ഉരുട്ടലും പിന്നെ മുട്ടയിലും മുക്കലും ഉള്ള പരിപാടിയല്ല. അത് പെട്ടെന്ന് നമുക്ക് തീർക്കണം. നമുക്ക് ആദ്യം ഇങ്ങോട്ട് വടക്കി കൊടുക്കാം. ചുറ്റി 3 എടുത്തിന് ഇതുപോലെ എല്ലാം ചുറ്റിയിട്ട് എൻ്റെ തല ചുറ്റുന്നാ തോന്നുന്നത്. അതേ സമയം ഇവിടെ ചിക്കൻ റോളൊക്കെ റോളാക്കി വെച്ചിട്ടുണ്ട്. മമ്മി ഇവിടെ ഈ ചുറ്റ് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പം മറ്റേ ചെറിയ സമൂസ വേണ്ട, ഈ ചുറ്റൊന്ന് തീർക്കണ വരെ ഈ ചുറ്റ് സമൂസ മതി എന്ന് പറഞ്ഞാണ്. അപ്പോൾ അതാ ഇതുപോലെ ഒരു കോണാക്കിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫില്ലിങ്സ് ഇട്ട് കൊടുക്കും. അപ്പം നമുക്ക് ഇവിടുന്ന് ഫില്ലിങ്സ് കുറച്ചെടുക്കാം. അങ്ങനെ ഫില്ലിങ്സ് കുറച്ച് നിറച്ചതിന് ശേഷം അവിടെ കുറച്ച് പശ തേച്ച് ഒട്ടിക്കാം. അപ്പം നമുക്ക് സാധനം സെറ്റായി. ഇതാ നമ്മളെ സമൂസകൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മമ്മി ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവാണ്. കൊണ്ടേക്കോളി. മമ്മി ഒരു സെറ്റ് പൊരിച്ച് കഴിഞ്ഞ് രണ്ടാമത്തെ സെറ്റ് പൊരിക്കാണ് കേട്ടോ. നല്ല പൊരിയലുണ്ട്. കുളിച്ച് മാറ്റി എത്തിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വെൽക്കം ഫസി. അപ്പം എന്തായാലും നമ്മള് അങ്ങനെ ഹിബയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഞാൻ കുളിച്ച് മാറ്റി വന്നിട്ടോ. പക്ഷെ കുളിച്ചില്ല, മാറ്റി വന്നിട്ടേ ഉള്ളൂ. എന്താ ഓ അത് നിസ്കരിച്ച്. ഏത് ചാമ്പക്ക? ചാമ്പക്ക കൈസ് ഇവന്റെ വീട്ടില് അത് പൊളിച്ച്. വാവ് ഗൈസ്, അപ്പൊ ഞാൻ ഇതിന്റെ ഉള്ളിൽ നിന്ന് ചാമ്പക്ക പറിച്ചിട്ടോ. എന്റെ മോനെ, ചാമ്പക്കൊക്കെ ഞാൻ തിന്ന കാലം മറന്നു. ഒന്നവിടെ വെച്ചാളാ, നോമ്പ് തുറന്നതിന്റെ ഞാൻ തിന്നോളാം. എങ്ങനെയുണ്ട്? ഇനി ഇല്ല? ഒന്നുകൂടി ഉണ്ട്. ഇത് അടിപൊളി സാധനമാണല്ലോ. എന്നാ ഒന്നുകൂടി കിട്ടി. എടുത്തോ. എന്നെ എടുത്തോ.
അടിപൊളി കേസ്. അപ്പോൾ ജാമ്പൊക്കെ കിട്ടി. അപ്പോൾ എന്താണ് ഇവിടുത്തെ പരിപാടി? നമുക്കെന്നാ വീട്ടിൽ പോയാലും എൻ്റെ എന്താണ് അവരൊക്കെ ഞാൻ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ. ഇവാ എന്തേ? ഓ നൈസായിട്ടുള്ളതാ അല്ലേ? ഓക്കെ ഗൈസ്. അപ്പോൾ അത് മാത്രമല്ല, അപ്പോൾ നമ്മൾ ഇപ്പോൾ നോമ്പ് എത്ര ആയി? 5 അല്ലേ? 6 5 ആയിക്കണല്ലേ? 7ാമത്തെ നോമ്പോ 6ാമത്തെ നോമ്പോ ആണെന്ന്. അപ്പോൾ അന്ന് നമ്മൾ നോമ്പിന്റെ 2 ദിവസം, ഒരു ദിവസം മുന്നേ നമ്മൾ ഫോട്ടോഷൂട്ട് എടുത്തില്ലായിരുന്നു, മെറ്റേണിറ്റി ഫോട്ടോഷൂട്ട്. അപ്പോൾ ആ മെറ്റേണിറ്റി ഷൂട്ടിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, അതൊന്ന് പോയി കണ്ടിട്ട് വാ. എന്നിട്ട് നമുക്ക് നോമ്പറ വീഡിയോയിലേക്ക് കിടന്നാലോ ഹിബ? അതെ, അതല്ലേ നല്ലത്. ഓക്കെ ഗൈസ്. അപ്പോൾ ഒന്ന് ഫോട്ടോഷൂട്ടുള്ള ദിവസം ഹിബ ഭയങ്കര ദേഷ്യത്തിലൊക്കെ ആയിരുന്നു. ഹിബയുടെ ഡ്രസ്സിനെ ഇറക്കം കുറവാന്നൊക്കെ പറഞ്ഞ് ഇളിഞ്ഞിട്ടാണ് കാർ കയറിയത്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാം വീഡിയോയിൽ, നല്ല കോമഡി വീഡിയോ ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആ ഫോട്ടോഷൂട്ടിൻ്റെ വീഡിയോ കണ്ടിട്ട് പോവാം. അതിൻ്റെ റിസൾട്ട് ഞാൻ ലാസ്റ്റ് ഇടുന്നുള്ളൂ, പക്ഷേ ആ വീഡിയോ മാത്രം നിങ്ങൾ കണ്ടിട്ട് പോവാം. ഓക്കെ. അപ്പോൾ നമ്മള് ഹിബയുടെ മാറ്റർണിറ്റി ഷൂട്ടിന് പോവാണ് അല്ലേ ഹിബ? എന്താ അതിന്റെ പേര്? മാറ്റർണിറ്റി അങ്ങനെ എന്തോ അല്ലേ? മാറ്റർണിറ്റി ഷൂട്ടിന് പോവാണ്. 5:30 എങ്ങാനായി സമയം. വല്ല വെളിച്ചം ഉണ്ടാവുക. 4 ഫോട്ടോ എടുത്ത് വരേണ്ടി വരും കേട്ടോ ഹിബ അങ്ങനെയാണെങ്കിൽ. അപ്പൊ നമുക്ക് ആ ഷൂട്ടിന് വേണ്ടിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലൊക്കേഷൻ ഇവിടുന്ന് 8.8 കിലോമീറ്റർ അകലെയാണ്. അകലെ നീ അകലെയോ അരികില എന്റെ പോയി നീ ഇനി വാക്കിരു മകളുക നെഞ്ചിൽ നാനും. ഇവിടെ ബീച്ചിൽ നല്ല കാഴ്ചകൾ കാണുന്നുണ്ട് കണ്ടോ. ബീച്ചിൽ ഇന്ന് തിങ്കളാഴ്ച ആയിട്ട് കുറച്ച് തിരക്ക് കുറവുള്ളൂ. തിങ്കളാഴ്ച കല്യാണം ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ എന്റെ ഡ്രസ്സ് നോക്കിയാൽ മനസ്സിലാവും, ഞാൻ ഷൂട്ടിന്റെ ഡ്രസ്സിന്റെ ലുക്കിലാണ്. പിന്നെ മേക്കപ്പ് ഒക്കെ കുറച്ച് കുറവാണ്. മേക്കപ്പ് കുറവാണ് ചേട്ടാ, അല്പം കൂടി പോയെങ്കിലേ ഉള്ളൂ. പിന്നെ എന്താ, ഇനിയിപ്പോ അവിടെ പോയി ഫോട്ടോക്ക് പോകും. ഇനിയിപ്പോ അവിടെ പോയിട്ട് വീണ്ടും മേക്കപ്പ് ഇടണം അല്ലേ ഹിബ? വേണ്ട, മതി. മേക്കപ്പ് മതിയോ? കുറച്ചും കൂടി ഇടാലോ. അസ്കാണ് കിട്ടോ? അല്ല ഞാൻ മേക്കപ്പ് ഇടില്ല. ഞാനും അത്ര എനിക്ക് മേക്കപ്പ് ലുക്ക് വേണ്ട, അല്ലെങ്കിൽ ഞാൻ കോൺഫിഡന്റാ. ഓക്കെ, വലിയ ആളാവല്ലേ. ഒരു പാണ്ടി ലോറി ഉണ്ട് സൈഡിൽ, ഒരു പാണ്ടി ലോറി ഉണ്ട്. അതെ, 2 നടുവിലിന്റെ ഇടം പോലെ പാമ്പിലോ പാണ്ടി ലോറിയാണേ. ആ പാമ്പ് ലോറി എന്ന് പറഞ്ഞാലും കറക്റ്റ് തന്നെ, പാമ്പുള്ള ലോറി. അതെ അതെ. ഓക്കെ, അത് പാണ്ടി ലോറി, ഇത് പാമ്പ് ലോറി. പാമ്പ് കൊത്തിയാൽ ചാവും. ഔട്ട്ഫിറ്റ് ഇതാ. എനിക്കൊരു ഷർട്ടും കൂടി ഉള്ളത് ബാക്കിൽ. ഞാൻ ചെരുപ്പായിട്ടുണ്ട്, ഷൂ ഒന്നുമില്ല. ആസ് നോർമൽ ഡാഡീസ് ആർ ഓൾവേസ് സിമ്പിൾ യാർ. മമ്മീസ് ഗെറ്റ് ഫോർ ദ മേക്കപ്പ്. ഞാനിവിടെ ചെരുപ്പുണ്ട്. എന്തിനാണ് ചെരുപ്പല്ലേ ഞാനുണ്ട്? ഏത് ചെരുപ്പ്? കള്ള ചെരുപ്പ്. കള്ള ചെരുപ്പാട്ടത്? ആ ബ്ലാക്ക് ഷൂട്ടാ പോരേനോ? എടുത്തില്ല? അതിർത്തിന്. ആ ഓക്കെ ഓക്കെ, അപ്പൊ അത് ഇട്ടാ മതി, അതാ രസം. ഞാൻ ഏതാ രസമുള്ളത്? എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഞങ്ങൾ രണ്ടാളും തെറ്റില്ലാന്ന്. ഞങ്ങളല്ലേ തെറ്റില്ല, ഇവളാ തെറ്റില്ല. എനിക്ക് ഒരു തെറ്റില്ല, സത്യം ഞാനല്ല ഇതിന് കാരണക്കാരൻ. ഇവളായിട്ട് ഉണ്ടാക്കിയ ഒരു പ്രോബ്ലം ഇവർക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. ഇന്നെ കൊണ്ട് കൊറേ നോക്കി, ഞാൻ എന്റെ ആവുന്ന സഹായം ഞാൻ അവളെ സഹായിച്ചു. പക്ഷെ ഇവള് ഇളിഞ്ഞതിന് ഇന്നെ കൊള്ള വരാം. അതാണ് സംഭവിച്ചത്. അത് ഓളെ സമ്മതിക്കും, അങ്ങനെ തന്നെ ആണല്ലോ. ആ ഓക്കെ, അങ്ങനെ പറ. അല്ലാണ്ട് കച്ചറാണ് ഞമ്മള് തമ്മിൽ അടിയാണെന്ന് പറയണ. ഞാനൊരു അടിയിലേക്ക് എന്ത് അങ്ങനൊന്നുമില്ല ഹിബ, വെറുതെ വേണ്ട. ഇനി ഒന്നും അല്ല എന്നോട് എന്തിനു പറയണേ? ഞാനല്ലല്ലോ അതിന് ആ തെറ്റ് വന്നതിന് കാരണക്കാരൻ ഞാനാണോ? ആണ് അല്ല അല്ലല്ലോ. ആ പിന്നെ എന്തിനു എന്നോട് ദേഷ്യം പിടിച്ചു? പക്ഷെ വസ്കാക്ക് ഇന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല, അതാണ്. കണ്ടോളൂ, ബട്ടറോഡ് ഹാർബർ ആണ് കണ്ടോണ്ട്. ഇവിടെ മറ്റേ മീനൊക്കെ പിടിക്കുന്ന സ്ഥലമാണ്. അപ്പൊ നമ്മളെ പപ്പ ഡാഡി മമ്മി ഷൂട്ടായിട്ടൊന്ന് വരാൻ പോണത്. അതിന്റെ പേരാണ് മെറ്റേണിറ്റി ഷൂട്ട്. നമ്മള് ഹിബക്ക് വേണ്ടി ബ്രൈഡൽ ഷവർ ചെയ്യുന്നുണ്ട് അല്ലേ ഹിബ? അതായത് അവിടെ പോയിട്ട് ഹാർഡ്വെയർ ഷോപ്പിൽ പോയിട്ട് ഷവറൊക്കെ വാങ്ങണം, ചെലവുകളുണ്ട്. എങ്ങനെയുണ്ട് കോമഡി? സ്റ്റാൻഡേർഡ് അല്ലേ? അതെ അതെ, വളരെയധികം ഊള കോമഡി. അത് എന്റെ സൈഡിൽ ഇരിക്കുന്ന ആൾ ഊളായതിനെ കൊണ്ട് ഊള കോമഡി അടിക്കും. നല്ല ആൾക്കാരും നല്ല കോമഡി ആണോ? അറിയില്ലേനി. ഓക്കെ ഓക്കെ. പിന്നെ അതുപോലെ നാളെ നോമ്പ് തുടങ്ങാണ്. അപ്പൊ പിന്നെ വേഗം ഇന്ന് തന്നെ തീർക്കാണ് ഷൂട്ട്. നോമ്പിനൊന്നും എന്തായാലും രാജമൗലിന്റെ പ്രൊഡക്ഷനിൽ വരുന്ന ബിഗ് ബഡ്ജറ്റ് ഫിലിം അല്ലേ, ഇന്ന് തന്നെ തീർക്കാണെന്നൊക്കെ. അതല്ല, പിന്നെ നോമ്പിന് ഈ വെയിലത്തും ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ നോമ്പൊന്നും ഉണ്ടാവില്ലല്ലോ മോളെ. എനിക്കില്ല, ബസ്സുകാർക്ക് ക്ഷീണിച്ചു. ഞാൻ ക്ഷീണിക്കില്ല, ഐ എം ഓൾവേസ് എനർജറ്റിക്. ബസ്സുകാർക്ക് ഭയങ്കര കോമഡി. അപ്പൊ
തിരിച്ചേരണോ? ഹിബ ആണെങ്കിലോ ട്രാജഡി. പിന്നെ ആ എന്താണ് ഷൂട്ടിന്റെ ഒരു ക്യാമറമാൻ വരുന്നുണ്ട്, നമ്മളെ കാത്തിക്കുണ്ടാവും. ആ ഗൈസ്, അപ്പൊ ഒരു ക്യാമറമാൻ ആണല്ലോ ക്യാമറയിൽ ഷൂട്ട് ചെയ്യാ. പിന്നെ ക്യാമറമാൻ അല്ലാണ്ട് പിന്നെ ഫയർമാനോ ഫയർ സ്റ്റേഷനിലോ പോലീസുകാരനാണോ വരാ? ആണോ? അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ബസ് സ്റ്റാൻഡിൽ ഓട്ടോക്കാരനാണോ വരാ? എന്തൊക്കെ പറയണ ഫോട്ടോ എടുക്കാൻ ഫോട്ടോഗ്രാഫേഴ്സ് ആണ് വരാന്നുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കേട്ടോ. അതേസമയം വട്ടർ റോഡ് ബീച്ചിന്റെ ഒരു സൈഡാണ് നിങ്ങൾ കാണുന്നത്. ഇത് ഒരുപാട് കാശ് കൊടുത്ത് ഇവര് ചെലവഴിച്ച നവീകരിച്ച ഒരു ബീച്ചാണ്. പക്ഷെ ഇവിടെ ഫുള്ള് സാമൂഹ്യ ദ്രോഹികളാണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ല ഹിബ? എനിക്കറിയില്ല, പണി ഞാൻ വന്നിട്ടുണ്ട്. കൊഞ്ചം അങ്ക പാറുകണ്ണ അവിടെ 2 തെങ്ങ് അവിടെ 2 തെങ്ങ് പറഞ്ഞു. ഇപ്പൊ എവിടെ ഇവിടെ ഫുള്ള് തെങ്ങാണ്. ഇവനെ പഠിക്കാൻ എനിക്ക് വളരെ സിമ്പിളാണ്, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ബിക്കോസ് ഐ ലവ് മൈ ഹിബ. ഹിബ നമ്മുടെ ശക്തിയാണ് അല്ലെ ഹിബ? ശക്തിപാൽ ഹിബയാണ് നമ്മുടെ. അതാരും വാങ്ങല്ലേ, മിൽമ പാൽ എല്ലാരും വാങ്ങുക. അപ്പൊ ഈ ലൊക്കേഷൻ നാട്ടോ നമ്മൾ എടുക്കുന്ന ലൈവാ. ഇഷ്ടംപോലെ കല്ലുമ്മക്കായ ഉണ്ടല്ലോ. അതൊക്കെ പറിച്ചിട്ട തല ഇവിടെ മുട്ടുവോ? ഇല്ല. അപ്പൊ ഇതാ ഓരെവിടോ ഉണ്ട്, ഇവിടെ എവിടോ ആണ് ഉള്ളത്. ഓക്കെ, ഇവിടെ നമുക്ക് നല്ല ഷൂട്ടിങ് തുടങ്ങാം. അപ്പൊ നമ്മള് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അടിപൊളി ബീച്ചാണ്. ഞാൻ ആദ്യമായിട്ട് കേട്ടോ. ഇത് നമ്മള് അപ്പുറത്തൊക്കെ ആദ്യം പോക്കുണ്ട്. ഞാനും സൈക്കിളായിട്ട് ഞാനും ഇലും അനിയനും കൂടി വരത്തില്ല. അപ്പൊ ഇവനായിട്ട് നമ്മളെ ഫോട്ടോഗ്രാഫർ ഒഫീഷ്യൽ ഇവന്റെ അനിയന്റെ കൂടെ പഠിച്ച എന്തോ ആണ്, അങ്ങനെയുള്ള കമ്പനിയാണ്. ഫുവാദ് മിക്കാഡോ അല്ലെ എന്റെ പേജിന്റെ പേരെന്തേനും? ആ, മിക്കാഡോ വെടി. അത് നല്ല ഉഷാറാക്കി പറയോ. ഓന്റെ പേരും പറഞ്ഞില്ലെങ്കിലും ബ്രാൻഡോ പറയും. ഇവർ രണ്ടാളാട്ടോ. ഇവന്റെ പേര് അൻസത്ത്. അപ്പൊ ഇവർ രണ്ടാളാണ് ടീം. അപ്പൊ നല്ല സെറ്റ് ചെയ്യല്ലേ? ഉഷാറല്ലേ ഇവ? ഫോട്ടോസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് എയിം ചെയ്യുന്നത് അല്ലേ? റീൽസ് വേണമെന്ന് വലിയ കുഴപ്പമൊന്നുമില്ല. ഇവ റീൽസിന്റെ ആളാണ് അല്ലേ? ഓക്കെ, എന്നാലും നമുക്ക് ഷൂട്ടിങ് തുടങ്ങാം. ഇനി നമുക്ക് ലാസ്റ്റ് ഫോട്ടോസ് ഒക്കെ കാണിച്ചു കൊടുക്കാം അല്ലേ? എങ്ങനത്തെ ഫോട്ടോസാ വേണ്ടിയത് അവനോട് പറഞ്ഞു കൊടുത്തു, അതുപോലെ ചെയ്തു തരും. പറയും എന്താ വേണ്ടി? അതെല്ലേ? അപ്പൊ ഞാൻ ഇപ്പൊ വയർമേലൊക്കെ ഉമ്മ ചിക്കേണ്ടി വരും, അതായിരിക്കും പരിപാടി. ആ ഓക്കെ, എന്നാ വാ. എവിടെ നിക്കേണ്ടിയെന്ന് ഈ പറഞ്ഞു കേട്ടോ. ഓക്കെ, സെറ്റ് ചെയ്തോ. ഓക്കെ ഗൈസ്, അപ്പൊ നല്ല ലൊക്കേഷൻ കേട്ടോ, നമുക്ക് കണ്ടോ. വാ, സൂപ്പർ ലൊക്കേഷനാണ് അല്ലേ ഇവ? അടിപൊളി. പറഞ്ഞു കുറച്ച് റീൽസ് ഒക്കെ എടുത്തുതരാ നടക്കണെന്ന് അല്ലേ? എന്നാ കുറച്ച് നടന്നു നോക്കാൻ പറ്റും അല്ലേ? എന്താ കിട്ടാൻ നോക്കാം. ഔട്ട്പുട്ട് നമ്മള് അടുത്ത വീഡിയോയിൽ കാണിക്കാം. അല്ല, ഈ വീഡിയോയിൽ തന്നെ കാണിക്കും കേട്ടോ. അതൊന്നും വേണ്ട. ഇവന് ഭയങ്കര ഫോട്ടോഗ്രാഫർ കേട്ടോ. ഇവന് രാവ് പകല് രാത്രി ആക്കുന്ന ഒരു ടൈപ്പ് അല്ലേ ഫോട്ടോ എടുത്തിട്ട്. ഇപ്പൊ പിന്നെ ഒരുപാട് ഇവന്റെ സാമ്പിൾസ് ഒക്കെ നമ്മൾ കണ്ട് ഗ്രേഡ് ചെയ്യുന്നതിന് മുന്നുള്ള സാധനം കണ്ട് അടിപൊളിയായിരുന്നില്ലേ? ഇവന്റെ പ്രൊഫഷണലിസം എന്താന്ന് ഞാൻ കാണിച്ചത്. ഇവൻ ലൈറ്റ് അടിച്ച കേട്ടോ വീഡിയോ എടുക്കാൻ കാണിച്ചു കൊടുത്താ കണ്ടില്ലേ? ഇതാണ് പ്രൊഫഷണലിസം. നമ്മൾ പറയാനുള്ള ലൈറ്റ് അടിച്ചത്. അപ്പൊ എന്തെങ്കിലും വർക്കൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലത്തെ പരിപാടികൾ, എന്ത് പരിപാടി ഉണ്ടെങ്കിലും ബന്ധപ്പെട്ടല്ലേ? എല്ലാ പരിപാടിയും, കല്യാണം എല്ലാം ചെയ്യും. അതെ അതെ, എല്ലാം ചെയ്യും. പിന്നെ ബേബി ഷവർ, മറ്റേ ഷവർ, എല്ലാ മെറ്റാനിറ്റി ഷൂട്ട് എല്ലാം ചെയ്തുതരും. എന്റെ ഡീറ്റെയിൽസ് ഒക്കെ താഴെ കൊടുക്കാം. സാമ്പിൾ സാധനം എപ്പോഴാ തരാം, എല്ലാം സെറ്റ് ആക്കും. ആ സാധനം ഇനി അടുത്ത് കാണാൻ വരുന്ന നമ്മളെ ഫോട്ടോഷൂട്ടിന്റെ ഐറ്റംസ് ആണ് അല്ലെ? അപ്പൊ എല്ലാരും കണ്ട് എൻജോയ് ചെയ്യാം അല്ലെ? നമ്മളെ മൂന്നാമത്തെ വിഭവമായ പരിപ്പ് കേക്കാണ് ഉണ്ടാക്കണേ. അപ്പൊ ഇതാ ഇവിടെ എണ്ണ ചൂടാക്കിയിട്ടിന് അതിലേക്ക് ഇതാ നമ്മളിതാ പരിപ്പ് കേക്കിന്റെ മിശ്രിതം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്.
ഫുള്ള് സാധനങ്ങൾ വേണ്ടി നോമ്പ് പറഞ്ഞാൽ ഫുള്ള് സെറ്റാണ്. അപ്പം നോലുകൾ പലതരം ഫ്രൂട്ട്സ് ഇനി വരാണ്ട് ഫുള്ള് സെറ്റാണ്. പരിപ്പ് കേക്ക് ഉണ്ട്, സമൂസ ഉണ്ട്, വേറെ ടൈപ്പ് സമൂസ ഉണ്ട്. ഇത് ഒരു റോളാണ്. പിന്നെ പഴം നിറച്ചതുണ്ട്, പിന്നെ അതുപോലെ ചിക്കൻ റോൾ ഉണ്ട്, പിന്നെ ജ്യൂസുകളുണ്ട്, പിന്നെ ഇനി ഫ്രൂട്ട്സ് കട്ട് ചെയ്തത് വരാണ്ട് ഫുൾ അടിപൊളിയാണ്. ഇന്ന് ഫസിക്കാക്ക് ഞെട്ടും. ഫസിക്കാക്ക് വേണ്ടി ഇന്ന് എന്തൊക്കെ ഉണ്ടാക്കി നോക്ക്. ഉൾവാ, ഞാന് വേറെ ആരാ ഉണ്ടാക്കി തരിക? എന്താ മമ്മിന്റെ വക വേറെ ബിരിയാണിയാ. ഞാൻ തിന്നാണ്ട പിന്നെ ഫസിക്കാക്ക് മാത്രം തരുന്നു വിചാരിക്കുന്നു. നോക്ക് ഇതൊക്കെ എന്തൊക്കെ നോക്ക്. കോഴിക്കോട് ടൈപ്പ് സാധനങ്ങൾ ഇവിടെ കിട്ടുന്ന മനസ്സിലായില്ലേ? അവിടുന്ന് മമ്മീന്റെ നൈസായിട്ട് കോപ്പി അടിച്ചു തന്നെ. ഓക്കെ, ഇതൊരു റോളാണ്. കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ കട്ട് ഫ്രൂട്ട്സ് ആണ്. ഫസിക്കാക്ക് മരുമോനെ സൽക്കരിക്കാണ് ഇവിടെ മെയിനിലെ. എണ്ണക്കടി തിന്നാതെ നിങ്ങളെ കോഴിക്കോട്ടുകാർക്ക് എങ്ങനെ ഉറക്കം വരിക? എന്നാ വേണ്ട ഫസ്റ്റാക്ക് കാരക്കും ഈ വത്തക്കും മാത്രം നോമ്പർക്ക്. നല്ല ടേസ്റ്റ്. ആരാ ഉണ്ടാക്കിയാവും? അതെ, ഞാൻ ഉണ്ടാക്കി റോള്. ഹൗ ഇസ് ദാറ്റ്? ഭയങ്കരമാ. എനിക്ക് എടുത്താ ഫസ്റ്റാക്ക് വലുത് പാല. എന്തേ ഉണ്ടാക്കിയ എന്താ കുഴപ്പം? എന്താണ്ട് അതിന് കുഴപ്പം? നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. ചിക്കൻ റോളിന്റെ ടേസ്റ്റ് ഇല്ലേ? അടിപൊളി. സ്പെഷ്യൽ പരിപ്പ് കേക്ക്. അപ്പൊ ഇത് കുഞ്ഞിക്കറാണ്. ഇനിയിപ്പോ വലിയക്കറക്ക് ബിരിയാണി, ബീഫ് സംഭവങ്ങളൊക്കെയാണ് ഇന്ന് മമ്മീന്റെ വക. അപ്പം അതിപ്പോ ഫസ്റ്റാക്ക ഇനിയിപ്പോ ഇത് തിന്നോണ്ട് ഇനി കുറച്ച് ടൈം എടുക്കും അത് തിന്നാന്. അപ്പം അത് കാണലുണ്ടാവില്ല മിക്കവാറും അല്ലേ ഫസ്റ്റാക്ക? അത് ഞാൻ നല്ല തീറ്റായിരിക്കും, ഇപ്പൊ കാണിക്കണ്ട. നല്ല ഇഷ്ടപ്പെട്ടു. മനു സൂപ്പർ അല്ലേ? സൂപ്പർ. ഇപ്പൊ ഉണ്ടാക്കി, അതാണ് ഇപ്പത്തെ പ്രത്യേകത. അതെ, ഇതൊക്കെ കഴിഞ്ഞ് നല്ല വിശാലമായി വയറൊക്കെ നിറഞ്ഞിട്ടോ. ഫസിക്കാക്ക് ഇവിടെ ഉണ്ട്. എന്താണ് അഭിപ്രായം? വളരെ നല്ല അഭിപ്രായം. അടിപൊളി തോറായിരുന്നു. സൂപ്പർ. ഇതേപോലെ കീപ്പിട്ട് ഓക്കെ എപ്പോഴും അല്ലേ? അത് ആലോചിക്കണം കേട്ടോ. ശരി. എന്താ കെട്ടിക്കെടുത്തോ, നമ്മളെ വീട്ടിൽ പോവാ. അപ്പൊ ഗൈസ് ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. പിന്നെ ഹിബയുടെ ഇങ്ങനത്തെ റെസിപ്പീസ് ഒക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ആസ് സൂൺ ആസ് പോസിബിൾ ഹിബയുടെ സെക്കൻഡ് ചാനൽ നോക്കിയാൽ മതി. അപ്പൊ ഗൈസ് ബൈ. അസ്സലാമു അലൈക്കും.